പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. നിങ്ങളിൽ ചിലർക്കെങ്കിലും എന്തുമേതും തട്ടിക്കളിക്കുന്ന സ്വഭാവമുണ്ടല്ലോ. അത്തരമൊരു കുരങ്ങച്ചൻ്റെ കഥ കേൾക്കാം. പന്തടി വീരൻ ചന്തു. എൻ്റെ ചന്തു, നീ ആ തണ്ണിമത്തൻ തവിടുപൊടിയാക്കിയല്ലോ, കഷ്ടം. പന്തടിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലേ? അമ്മ കുരങ്ങ് അരിശത്തോടെ പറഞ്ഞു. അതെ അതെ, നമുക്കെല്ലാവർക്കും വയറ് നിറയാനുള്ളതുണ്ടായിരുന്നു. വെറുതെ പന്തടിച്ചു പരിശീലിച്ച് നശിപ്പിച്ചു. അമ്മൂമ്മക്കുരങ്ങിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. പന്തടിച്ചു കളിക്കുന്ന ചന്തു പന്തു കിട്ടാതിരിക്കുന്ന നേരത്ത് എന്തിനിത്ര മനോഹരമായൊരു തണ്ണിമത്തൻ ചവിട്ടിപ്പൊളിച്ചു നീ? ചേച്ചി അവനോട് ചോദിച്ചു. പന്തടി വീരനായ ചന്തുവിന് ഒരു കൂസലുമുണ്ടായില്ല. അവൻ മുന്നിൽ കാണുന്ന സകല വസ്തുക്കളും പന്തുപോലെ തട്ടിക്കളിക്കും. പഴുത്ത പഴങ്ങൾ പോലും അവന് പന്താണ്. ഒരു ദിവസം ചന്തു നടന്നു വരുന്ന വഴി മുന്നിൽ കണ്ട ഒരു ചെറിയ മരക്കഷ്ണം തട്ടിത്തെറിപ്പിച്ച് മുന്നേറി. അങ്ങനെ നടന്നു വരുമ്പോൾ മുന്നിലതാ മത്തങ്ങാ മുഴുപ്പുള്ള വലിയൊരു കായ്. അവൻ ആവേശമായി. ഹായ്, പന്തടിച്ചു പരിശീലിക്കാൻ പറ്റിയ കായ് തന്നെ. ചന്തുക്കുരങ്ങ് രണ്ടടി പുറകോട്ട് മാറി മുന്നോട്ട് കുതിച്ചു വന്ന് ഒരൊറ്റ തട്ട്. അയ്യോ! അവൻ ഉറക്ക നിലവിളിച്ചു. ചന്തു തട്ടിയത് പച്ച നിറമുള്ള പായൽ മൂടിയ ഒരു പാറക്കല്ലായിരുന്നു. ഉരുണ്ട പാറക്കല്ല് തട്ടിത്തെറിപ്പിക്കാൻ നോക്കിയ അവൻ്റെ കാലിന് സാരമായ പരിക്ക് പറ്റി. ശബ്ദം കേട്ട് മറ്റുള്ളവർ ഓടിയെത്തി. ചന്തുവിനെ എടുത്ത് കരടിയപ്പൂപ്പൻ്റെ വൈദ്യശാലയിൽ കൊണ്ടുപോയി. കരടി വൈദ്യൻ മരുന്ന് വെച്ച് കെട്ടി. എന്നിട്ട് പറഞ്ഞു, മോനെ, കുറേ ദിവസത്തേക്ക് കാല് നിലത്ത് കുത്തരുത്. അമ്മ അവൻ്റെ നെറുകിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു, സാരമില്ല മോനെ, ഈ മുറിവും ചതവും ഉടനെ മാറും. അപ്പോഴേക്കും നിനക്ക് ഞാൻ നല്ലൊരു പഞ്ഞിപ്പന്തുണ്ടാക്കിത്തരാം. ഇനി അതുകൊണ്ട് കളിച്ചാൽ മതി. ഏതായാലും അതിനുശേഷം ചന്തുക്കുരങ്ങ് അനാവശ്യമായി ഒന്നും ചവിട്ടിത്തെറിപ്പിക്കാൻ പോയിട്ടില്ല.